ഓക്കെ ഗൈസ്, ഇറ്റ്സ് ടൈം ഫോർ എ മോട്ടിവേഷൻ. 2026 സ്റ്റാർട്ട് ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ആ പുതിയ ഒരു വർഷത്തിൽ ആദ്യത്തെ മാസത്തിൽ തന്നെ ഒരു മോട്ടിവേഷനോടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ മിക്കവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. Dangerous as it gets around Monaco. We're on board with Isaac Hadjar. We've got the LED boards. Oh my word, that was nearly. മോട്ടോർ സ്പോർട്സ് ഹിസ്റ്ററിയിൽ റീസെൻ്റ്ലി നടന്ന ഏറ്റവും ഫേമസും അതേപോലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സേവ് ആണിത്. അപ്പോൾ ഈ സേവ് ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, റേസിംഗ് ബുൾസ് ടീമിൻ്റെ ഐസക് ഹഡ്ജാർ എന്ന് പറയുന്ന ഡ്രൈവറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ സ്റ്റോറി ഇതല്ല. ഇത് ഞാൻ ഈ ഐസക് ഹഡ്ജാർ എന്തൊരു ബ്രില്യൻ ഡ്രൈവറാണെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞാണിത്. ഇനി സ്റ്റോറിയിലേക്ക് വരാം. ഓക്കെ, നമ്മുടെ സൊസൈറ്റിയിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളെ എൻകറേജ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഒരു തവണ നമ്മൾ തോറ്റാലും അത് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവർ. പിന്നെ ഉള്ളത് നിന്നെ കണ്ടത് പറ്റത്തില്ല, നീ വേറെ വല്ല പണി നോക്കി പോകാൻ വേണ്ടി പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 ഫസ്റ്റ് റേസായ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രി ആണ്. അപ്പോൾ ഈ റേസിൽ ഐസക് ഹഡ്ജാർ F2 നിന്ന് F1 പ്രൊമോഷൻ കിട്ടി റേസിംഗ് ബുൾസിന് വേണ്ടി റേസ് ചെയ്യുന്ന ഫസ്റ്റ് റേസാണ്. ഐസക് ഹഡ്ജാർ ഇപ്പോൾ ഉള്ളത് ഒരു ഡ്രീം കം ട്രൂ മൊമെന്റിലാണ്. 20 വയസ്സേ ഉള്ളൂ. റൂക്കി സീസണിൽ ആദ്യമായിട്ട് F1 റേസ് ചെയ്യുവാണ്, അതും റെഡ് ബുള്ളിന്റെ സെക്കൻഡ് ടീമായിട്ടുള്ള റേസിംഗ് ബുൾസിന് വേണ്ടി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പെക്ടേഷൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മഴ പെയ്ത് ട്രാക്ക് എല്ലാം വെറ്റായിട്ട് കിടക്കുവാണ്. റേസ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഫോർമേഷൻ ലാപ്പിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്കാണ് ഐസക് ഹഡ്ജാർ സൈഡ് ബാറിൽ പോയി ഇടിച്ചു. പുള്ളിക്ക് റേസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പുള്ളി അപ്പോഴത്തേന് ഭയങ്കര ഇമോഷണലായി കരഞ്ഞുകൊണ്ട് കാറിന്റെ പുറത്ത് നടന്നു പോവുകയാണ്. അപ്പോഴത്തേന് ലൂയിസ് ഹാമിൽട്ടന്റെ അച്ഛനുണ്ടല്ലോ, പുള്ളി വന്നിട്ട് ഐസക് ഹഡ്ജാറിനെ പുള്ളിയുടെ തോളിൽ കൈയിട്ടിട്ട് പുള്ളിയെ ആശ്വസിപ്പിച്ചു. എന്താ സാരമില്ല, കാരണം നിനക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ, എനിക്കിനി അവസരങ്ങളുണ്ട്, ഇത് കാര്യമാക്കണ്ട, ഈ അടുത്ത റേസിൽ ബെറ്റർ ആയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷേ ഇതേ സമയം റെഡ് ബുള്ളിന്റെ സീനിയർ ഡയറക്ടർ ഉണ്ടല്ലോ, ഹെൽമറ്റ് മാർക്കോ എന്ന് പറയുന്നത്, നമ്മൾ മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഹെൽമറ്റ് താത്ത. അപ്പോൾ ഈ ഹെൽമറ്റ് താത്ത ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി കമന്റ് ഇട്ടേക്കുക, അയ്യോ ഞങ്ങളുടെ ഒരു ഡ്രൈവർ മീഡിയയുടെ മുമ്പിൽ വന്ന് കരഞ്ഞു, അത് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടാണെന്നൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ വീഡിയോയിൽ ആദ്യമേ പറഞ്ഞ 2 ടൈപ്പ് ഓഫ് ആൾക്കാർ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് നമ്മളെ എൻകറേജ് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ വേറൊരു ഗ്രൂപ്പ് കൊണ്ടുണ്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ. ഫോർമുല 1 എന്ന് പറയുന്നത് സാധാരണ അല്ലെങ്കിൽ നോർമലി മറ്റ് ഫുട്ബോളോ ക്രിക്കറ്റോ പോലെയുള്ളൊരു സ്പോർട്സ് അല്ല, ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള സ്പോർട്ടാണ്. അതിലൊരു അവസരം കിട്ടുന്നത് തന്നെ വിരളമാണ്. അപ്പോൾ ഇത്രയും ബ്രൂട്ടലും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സ്പോർട്ടിൽ നല്ല ടാലന്റ് ഉള്ള ഒരാളായിട്ടാണ് ഐസക് ഹഡ്ജാർ F2 നിന്നല്ല F3 സ്റ്റാർട്ട് ചെയ്ത് F1 വരെ എത്തിയത്, അത് 20ാമത്തെ വയസ്സിൽ. അതുകൊണ്ടൊന്നും ഐസക് ഹഡ്ജാർ തടഞ്ഞിട്ടില്ല. പുള്ളിയുടെ ഈ വർഷത്തെ 2025 പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതുമാത്രമല്ല 2026 സീസണിലേക്ക് റെഡ് ബുൾ മെയിൻ ടീമിലേക്ക് മാക്സ് വെർസ്റ്റാപ്പന്റെ കോ ഡ്രൈവറായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ തലവധി പറഞ്ഞ ആ ഡയലോഗ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. நம்ம வேலை நம்ம கடமையை செம்மையாக செஞ்சுட்டு அந்த நதி மாதிரியே போய்கிட்டே இருக்கணும்.